അവരെ അല്ലാഹു തരം താഴ്ത്തുന്നതാണ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടാം. പെണ്ണുങ്ങൾക്ക് അതിന് സാധിക്കുക വലിയ കഷ്ടപ്പാടാണ്. ആണുങ്ങൾ പിന്നെ അവരുടെ കയ്യിൽ നിന്ന് പണം ചെലവഴിക്കുന്നത് കൊണ്ട് ചിലപ്പോഴൊക്കെ അവർ പൊരുത്തപ്പെടും. പക്ഷെ പെണ്ണുങ്ങൾക്ക് വലിയ പാടാണ്. കാരണം ഈ പെണ്ണിനെ പടച്ചത് തന്നെ സ്വർഗത്തിലാണ്. പെണ്ണിനെ പടച്ചത് തന്നെ സ്വർഗത്തിലാണ്. ആണിനെ പടച്ചിട്ട് സ്വർഗത്തിലേക്ക് കടത്തിയതാണ്. കഴിഞ്ഞില്ലല്ലോ. ആ ഞാൻ പോയപ്പോഴേ വിചാരിച്ചതാ ചോദിക്കണു. അത് വെള്ളം ഒഴിക്കുന്നതിന്റെ പറക്കത്തുകൊണ്ട് അള്ളാഹു ഏറ്റവും നല്ല സോലിഹത്തായ പെൺകുട്ടിയെ കൊടുക്കട്ടെ. ആവേശത്തിൽ ആമീൻ പറഞ്ഞ ആരാണെന്തോ കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടായിരിക്കും. പാവം അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന, ദീൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ കൊടുക്കട്ടെ. ഈ മുസ്ലിയാക്കന്മാരെ സാധാരണ എല്ലാവരും കല്യാണം കഴിഞ്ഞാൽ പിന്നെ പെങ്കൂസൻ എന്നാ വിളിക്കുക. കല്യാണം കഴിഞ്ഞാൽ കാരണം എന്താണെന്നറിയോ? അവർക്ക് ഭാര്യമാരോട് വലിയ സ്നേഹമാണ്. അപ്പൊ അങ്ങനെ സ്നേഹം കാണിക്കുമ്പോ അവരുടെ മറ്റുള്ള ബന്ധുക്കൾക്ക് ഇഷ്ടപ്പെടും. പെങ്കൂച്ചനെ അങ്ങനെ പറയട്ടെ, അഭിമാനമല്ലേ അത്? കാരണം ദറസിൽ പഠിക്കുമ്പോ 1000 ഹദീസിൽ 900 ഹദീസും ഭാര്യയെ എങ്ങനെ തൃപ്തിപ്പെടുത്തണം, എങ്ങനെ സ്നേഹിക്കണം, അവരുമായിട്ട് എങ്ങനെ ജീവിക്കണം, ഇങ്ങനെയുള്ള ഹദീസുകളാണ്. അപ്പൊ അത് പഠിച്ച ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്രൂരതയൊന്നും ചിലപ്പോൾ ചെയ്യാൻ തോന്നില്ല. അപ്പൊ സമാധാനവും സന്തോഷവും ഉണ്ടാവുന്നത് കൊണ്ട്, അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് അങ്ങോട്ട് രസിക്കൂല. അപ്പൊ ആ പേര് നല്ലതാ, ആ പേര് കിട്ടുന്നത് നല്ലതെന്നാ എന്റെ അഭിപ്രായം. കാരണം പക്ഷേ ആ പേര് മാത്രം കിട്ടിയത് കൊണ്ട് രക്ഷപ്പെടൂല. നൊന്ത് പ്രസവിച്ച ഉമ്മ നമ്മളെ ശവിക്കാൻ പാടില്ല. ഇപ്പം അമ്മക്കാരായ ഉമ്മാമയൊന്നും ആർക്കും വേണ്ട. പറഞ്ഞ് കേട്ടിക്കൊടിക്കും മുസ്ലിയാരെ, നിങ്ങൾക്ക് അല്ലാഹു ആയുസ് തരും മുസ്ലിയാരെ. അപ്പൊ അതുകൊണ്ട് രണ്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ഉമ്മ, നമ്മുടെ ഭാര്യ രണ്ടും ശ്രദ്ധിക്കണം. രണ്ടും പിണങ്ങിയ കുഴപ്പമാണ്. ഉമ്മ പിണങ്ങിയ ആഖിറം പോവും, ഭാര്യ പിണങ്ങിയ ദുനിയാവും. കാരണം ഭാര്യ പിണങ്ങിയ 2 ദിവസം കഴിയുമ്പോൾ തിരിച്ചു വരും. ഇപ്പോഴത്തെ പെണ്ണുങ്ങളല്ല, പണ്ടത്തെ പെണ്ണുങ്ങൾ അങ്ങനെയാണ്. ഇപ്പോഴത്തെ പെണ്ണുങ്ങൾ പറയും നീ മകളാന്ന് പറയും. ഇങ്ങനെ ആക്കി കൊടുത്താൽ 100 പേര് വരി നിൽക്കുന്നു പറഞ്ഞിട്ട് അവരവരോട് പോകും. പിന്നെ നമ്മൾ വേറെ ഇറങ്ങി നടക്കേണ്ടി വരും. അതുകൊണ്ട് വലിയ രീതിയിൽ നമ്മൾ ചെറിയ അഡ്ജസ്റ്റ്മെന്റിൽ കാര്യങ്ങൾ പോകണം. കുടുംബജീവിതം ആദ്യം മുതൽ അവസാനം വരെ 2 ദിവസവും പറയാൻ പറ്റിയിരുന്നെങ്കിൽ അത് മാത്രം നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അത് മാത്രം പറഞ്ഞാൽ പറ്റില്ല. ആനുകാലികമായി കുറെ വിഷയങ്ങൾ പറയേണ്ടുള്ളത് കൊണ്ടാണ് ഞാൻ ആ വിഷയം ഒരു പിന്നെ മെയിൻ ഹെഡിങ് ആയിട്ട് കൊണ്ടുവരാത്തത്. അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് തന്നെ പറഞ്ഞ് കല്യാണവും പിന്നെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധവും അത് കഴിഞ്ഞ് അവരെ വളർത്തുന്ന രീതിയൊക്കെ വിശദീകരിക്കാൻ പറ്റും. അതൊക്കെ ഇൻഷാ അല്ലാഹ് മറ്റൊരവസരം വിധിയുണ്ടെങ്കിൽ സഹാറയുടെ കീഴിൽ തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുമിക്കാം. അള്ളാഹു നമ്മുടെ പരിപാടിയൊക്കെ വിജയിപ്പിച്ചു തരട്ടെ. അപ്പോ അങ്ങനെ അതിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ ജമാഅത്തിൽ പരിപാടി വയ്ക്കുമ്പോൾ സഹാറയ്ക്ക് മുമ്പ് ജമാഅത്തിലൊരു പരിപാടി വെച്ചാൽ അവിടെ വരണമെന്നാണ്. പക്ഷെ അത് എവിടെ ആരും കുഴപ്പമില്ല. ഏതായാലും നിങ്ങളുടെ കല്യാണത്തിന് മുമ്പ് കുടുംബജീവിതം പറഞ്ഞിട്ട് പോയ കാര്യമാണ്. നിങ്ങളെ കെട്ടിക്കുന്നത് എന്റെ പ്രസംഗത്തോടു കൂടിയായിരിക്കും മിക്കവാറും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടാനുള്ള മനസ്സ് കാണിച്ചു. നമ്മുടെ സഹോദരിമാർക്ക് അങ്ങനെയില്ല. 100 ചുരിദാറ് വീട്ടിൽ അടക്കി വെച്ചിരുന്നാലും ബൈക്കിൽ പോകുമ്പോ മച്ചാ പച്ചേപ്പുള്ളി ഒന്ന് നിർത്തി മച്ചാന്ന്. ഉടനെ മച്ച പറയും എടി നിന്റെ വീട്ടിൽ ഇരിക്കുകയല്ല ഒരു 10-150 ആരെ കുഴിച്ചാക്കാനാണ് അടുക്കി വെച്ചിരിക്കുന്നത്, നിനക്ക് അതുപോലെ അല്ല മച്ചാ, വാങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല, തൊട്ടിട്ട് ഞാൻ ഇപ്പൊ ഇറങ്ങി വരാം, വാങ്ങണ്ട, ഞാൻ ഒന്ന് പോയി തൊട്ട് നോക്കിയിട്ട് ഇപ്പൊ ഇങ്ങ് വരാം എന്ന് പറഞ്ഞ് അതിനുള്ള ആർത്തിയാണ് എല്ലാവർക്കും. അങ്ങനെ തന്നെ കടയിൽ പോയാൽ നമ്മുടെ സഹോദരിമാർ ആദ്യം ചോദിക്കുന്നത് എന്താ, മേരിക്കൊണ്ടൊരു കുഞ്ഞാടുണ്ടോ? അപ്പൊ അവര് പറയില്ല വാപ്പാക്കൊരു മുട്ടനാടുണ്ടെന്ന്. പുതിയ മോഡലാണ് മേരിക്കൊണ്ടൊരു കുഞ്ഞാട്. പിന്നെന്താ കുറെ നാള് ഒരു പ്രത്യേക ചുരിദാർ ഇറങ്ങി, അത് ധരിച്ചുകൊണ്ട് പോയാൽ കാല് ചെറുതാണെങ്കിലും ഇത്രയും വലിയ എഴുന്നള്ളത്തിന്റെ ആന പോണമാര് കാലിങ്ങനെ വളർന്നിരിക്കും. ആ മോഡൽ ചുരിദാർ ഭയങ്കര ചെലവായിരുന്നു. അത് കഴിഞ്ഞിപ്പോ നെറ്റിന്റെ ചുരിദാറായി, തുണി കുറച്ചു മതി, ബാക്കി മൊത്തം മുഖവുമായി മീൻ പിടിക്കാൻ കൊണ്ടുള്ള വലയാണ്. ഇവിടം മുതൽ ഇവിടം വരെ വല, ഇവിടം മുതൽ ഇവിടം വരെ വല. ഇനിയിപ്പോ വല മാത്രമാകും. എന്തൊരവസ്ഥയാണിത്! അതിനും 3-4 പ്രാവശ്യം അല്ലാഹുവിന്റെ കഅബാലയത്തിൽ പോയിട്ട് മടങ്ങി വന്നവനും 9 വയസ്സുകാരിയായ മോളെ നെറ്റിന്റെ ചുരിദാറിട്ട് വിരൽത്തുമ്പും പിടിച്ച് കല്യാണത്തിന് കൊണ്ടുപോണ കണ്ടാൽ എന്റെ പ്രിയപ്പെട്ടവരെ സങ്കടം തോന്നിപ്പോകും. നിനക്ക് മാത്രം രക്ഷപ്പെട്ടാ മതിയോ? നിനക്ക് മാത്രം സ്വർഗം മതിയോ?
നിന്റെ മക്കളെ അങ്ങ് കളഞ്ഞേക്കാമെന്നാണോ? അൻഫുസക്കും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറാ. നീ നിന്റെ ശരീരത്തെയും നിന്റെ കുടുംബത്തിന്റെ ശരീരത്തെയും നരകത്തിൽ നിന്ന് സൂക്ഷിക്കുക എന്ന് പടച്ച റബ്ബിന്റെ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട അമ്പല്ലൂരുള്ള പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ കവാടത്തിലേക്ക് ഒരുമിച്ച് പറന്നു പോകാൻ ജാഗരൂകരായി തയ്യാറെടുത്തു. 2 ഗുണപാഠമാണ് നാം ഇതുവരെ പഠിച്ചത്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ലോകത്ത് സമർപ്പിക്കുന്ന 3ാമത്തെ ഗുണപാഠം എന്തെന്നറിയോ? അസ്സബറു, അത് ക്ഷമയാണ്. ക്ഷമയെന്ന് പറയുന്ന ജീവിതത്തിൽ ഒരു വിശ്വാസിക്ക് ഏറ്റവും അധികം ആവശ്യമുള്ള സ്വഭാവ ഗുണമാണ് ക്ഷമയെന്ന് പറയുന്നത്. ക്ഷമയില്ലെങ്കിൽ ഒരു പള്ളിയിലെ ഇമാമായിട്ടിരിക്കാൻ പറ്റില്ല, ക്ഷമയില്ലെങ്കിൽ പ്രഭാഷണം നടത്താൻ പറ്റില്ല, ക്ഷമയില്ലെങ്കിൽ പ്രസംഗം കേൾക്കാൻ പറ്റില്ല, ക്ഷമയില്ലെങ്കിൽ വാഹനം ഓടിക്കാൻ പറ്റില്ല, ക്ഷമയില്ലെങ്കിൽ വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടാൻ പറ്റില്ല, ക്ഷമയില്ലെങ്കിൽ ദുനിയാവിൽ ജോലി ചെയ്യാനും കഴിയില്ല, ക്ഷമയില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നല്ലൊരു കുടുംബ ജീവിതം നയിക്കാൻ പോലും നമുക്ക് കഴിയുന്നതല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, അസ്സബറു നിസ്ഫുൽ ഈമാൻ, ക്ഷമ ഈമാന്റെ പകുതിയാണ്. ഇത് പഠിപ്പിച്ചത് റസൂലാണ്. മാത്രം